യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഹായ്, എന്റെ പേര് ശില്പ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു പാക്കിംഗ് വീഡിയോ ആണ്. ഞാൻ നേരത്തെ ഞങ്ങളുടെ സാറ്റർഡേ ഇൻ മൈ ലൈഫ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞങ്ങൾ മെയിൻലി ലുലുവിൽ പോയത് തന്നെ. അപ്പോൾ അന്ന് ഞാൻ പക്ഷേ എങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ ടൈമിൽ നമുക്ക് വിസ അപ്രൂവ് ആയിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ട്രിപ്പ് ഡീറ്റെയിൽസ് അധികം പറയാനിരുന്നത്. ഇപ്പൊ ഏതായാലും ഞങ്ങൾ ഇന്ന് രാത്രിയിലാണ് ട്രിപ്പ് പോകുന്നത്. ഞാൻ ഇതുവരെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല മീൻസ് ഞാനെല്ലാം അയൺ ചെയ്ത് അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ എനിക്കിതൊരു വീഡിയോ ആക്കണമെന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്രാവശ്യം പാക്കിംഗ് ക്യൂബ്സ് വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് മിക്കവരും യൂസ് ചെയ്യുന്നതായിരിക്കും ചിലപ്പം, പക്ഷെ എന്നാലും കുറച്ചു പേർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയത്തില്ലായിരിക്കും. അതെനിക്ക് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് റീസെന്റ് ആയിട്ടാണ് കൊൽക്കത്ത പോയ സമയത്താണ് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മീൻസ് ഞാൻ ആദ്യം വേറൊരു പാക്കിംഗ് ക്യൂബ് ആയിരുന്നു ഓർഡർ ചെയ്തത്. അത് മീഷോയിൽ നിന്നായിരുന്നു. അത് റേറ്റ് വളരെ കുറവായിരുന്നു, 300 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് വൺ ടൈം യൂസ് ആയിരുന്നു, വേഗം നശിച്ചുപോയി. സിബൊക്കെ എൻ്റെ വേഗം പറഞ്ഞുപോയി. ഇത് പക്ഷേ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതാണെന്ന് വിശ്വസിക്കുന്നത് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്, ഇതിന്റെ ഗുണം എന്താണ് എന്നൊക്കെ ഞാൻ നിങ്ങളെ വഴിയെ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്യൂബ് വരുന്നത്, ഏറ്റവും വലുത് ഈ സെറ്റിനകത്ത് ഇതാണ്. അപ്പൊ ഇതിനകത്ത് ഞാനിപ്പോ കൊള്ളിക്കാൻ പോകുന്നത് ഒരു ജീൻസ്, ഒരു ഷോർട്സ്, 1 2 3 5 ടോപ്സ്, 2 ഡ്രസ്സസ്, ഒരു കോട്ട് സെറ്റ്, ഒരു പാന്റ്. ഇത്രയും ഡ്രസ്സസ് ആണ് ഞാൻ ഇതിൽ ഇപ്പോൾ പാക്ക് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ പാക്കിംഗ് ക്യൂബ് പാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് കൊള്ളിക്കാൻ പറ്റും. ഇനി ഇപ്പൊ നമുക്ക് തോന്നുന്നത് കുറെ ഉണ്ടെന്ന്, പക്ഷെ ഇത് ക്ലോസ് ചെയ്ത് വരുമ്പോൾ സിമ്പിളായിട്ട് ഫുള്ള് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ നോർമലി അടുക്കി വെക്കുകയാണെങ്കിൽ ഇതിപ്പോ ഈ ഒരു പൊസിഷനിൽ വരുമ്പോഴത്തേക്കും അത് നമ്മൾ അടുക്കിയത്തിനെല്ലാം ഒരു സൈഡിലോട്ട് പോകും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നല്ല കൺജസ്റ്റഡ് ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോളൂ. അതുകൊണ്ട് നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആണ്. റിയലി ലൈറ്റ് ഇട്ട്. ഇനി ഇത് നമുക്ക് പെട്ടിക്കകത്തോട്ട് നേരെ വെച്ചാൽ മതി. ഇതായിരുന്നു ഏറ്റവും വലിയ പാക്കിംഗ് ക്യൂബ്. ഇനി നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതായത് നമ്മളുടെ ഇന്നർ ഗാർമെന്റ്സ്, അതേപോലെ നമ്മൾ നൈറ്റ് ഡ്രസ്സസ്. ഞാൻ അധികം എടുത്തിട്ടില്ല, 2 നൈറ്റ് ഡ്രസ്സസ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ നൈറ്റ് ഡ്രസ്സസ് 2, പിന്നെ നമ്മുടെ ഇന്നർ വെയേഴ്സും എല്ലാം കൂടെ അതേപോലെ പാക്ക് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തായിരുന്നു. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾ ഓൾറെഡി കാണിച്ചല്ലോ. അപ്പം സെയിം അതേപോലെ തന്നെയാണ്. അപ്പം അതെല്ലാം കൂടെ ഒരു ക്യൂബിൽ. ഇതാണ് സെക്കൻഡ് ലാർജസ്റ്റ് വരുന്നത്, അതൊരെണ്ണം. പിന്നെ തേർഡില് ഒരെണ്ണത്തില് അല്ല, ഇത് തേർഡ് ആയിരുന്നു കേട്ടോ. സെക്കൻഡ് ലാർജസ്റ്റിനകത്ത് ഞാൻ എൻ്റെ ഫുഡ് വെയർസ് ആണ് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് ഫുഡ് വെയർസ് വെക്കേണ്ട സംഭവം അല്ല.
പക്ഷെ എന്നാലും എനിക്ക് വേറെ ഡ്രസ്സസ് ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫുഡ് വെയർസ് ഇതിൽ വെച്ചു. 2 സെറ്റ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരെണ്ണം കൂടെ കൊള്ളിക്കാം, പക്ഷെ 2 ഞാൻ കൊണ്ടുവന്നുള്ളൂ. പിന്നെ ഒരു ഷൂസ് ഞാൻ ഓൾറെഡി ഇവിടുന്ന് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പം ഇതാണ് അത് വരുന്നത്. ഇനി ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ക്യൂബാണ്. ഇതിനകത്ത് നമ്മളുടെ ഇപ്പം എന്താ പറയുക, സൺസ്ക്രീന്, അതേപോലെ മോയ്സ്ചറൈസർ, ഹെയർ സീറം, കൺമഷി, അങ്ങനത്തെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കോമ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യൂബും ഉണ്ട്. ഇത് വെറ്റ് വൈപ്സ് ആണ്. പിന്നെ ഹെയർ സീറം ഉണ്ട്, ഒരു സൺസ്ക്രീൻ ഉണ്ട്, പിന്നെ 1-2 മെഡിസിൻസ് ഉണ്ട്, പിന്നെ ലിപ് ബാം, മോയ്സ്ചറൈസർ, ഇത് കുറച്ച് സംഭവം, പിന്നെ ഹെയർ ക്ലിപ്സ്, ബുഷസ്, കോമ്പ്, കാജൽ, അങ്ങനെ കുറച്ച് നമുക്ക് എപ്പോഴും എടുക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതെല്ലാം കൂടെ ഒരു ചെറിയ ക്യൂബിൽ വെച്ചു. പിന്നെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഒരു ലോണ്ട്രി ബാഗും വരുന്നുണ്ട്. നമുക്ക് യൂസ് ചെയ്ത ഡ്രസ്സസും അല്ലെങ്കിൽ നനഞ്ഞ തുണികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് പാക്ക് ചെയ്യാം. തിരിച്ചു വരുമ്പോഴത്തേക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാനിപ്പം മിക്കവാറും ഒരു ഷൂസ് വല്ലതും ഇതിനകത്ത് ക്യാരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് പാക്കിംഗ് ക്യൂബ്സ് വരുന്നത്. ആദ്യം ഒരു വലിയ ബാഗ് ഉണ്ടായിരുന്നു, അതിനകത്ത് നമ്മളുടെ മെയിൻ ഡ്രസ്സസ് എല്ലാം അതിനകത്ത് കൊള്ളിച്ചു. പിന്നെ സെക്കൻഡ് വരുന്നതിനകത്ത് ഞാൻ എൻ്റെ ഫുഡ് വെയർസ് വെച്ചു. തേർഡിനകത്ത് നമ്മുടെ ഇന്നർ ഗാർമെന്റ്സ്, നൈറ്റ് വെയർസ്, അതെല്ലാമാണ് വെച്ചത്. പിന്നെ ഏറ്റവും ചെറുതിനകത്ത് നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ലൈക്ക് സൺസ്ക്രീൻ എക്സെട്ര അതെല്ലാം കൂടെ വെച്ചു. പിന്നെ ഒരു ലോണ്ട്രി ബാഗും ഉണ്ട്. ഇനി ഇത് നമ്മുടെ പെട്ടിക്കകത്തോട്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നതെന്നും കൂടെ കാണിച്ചു തരാം. നല്ല എളുപ്പമാണ് ആൻഡ് പറഞ്ഞ പോലെ നല്ല യൂസ്ഫുൾ ആണ്. നമ്മൾ സാധാരണ നമ്മൾ പാക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ചിലപ്പോൾ താഴെ നിന്ന് ഒരു ഡ്രസ്സ് എടുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കുളമാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ട്രിപ്പ് എല്ലാം അലച്ച് വാരിയായിരിക്കും തിരിച്ച് പെട്ടിയിലോട്ട് വെക്കുന്നത്. പക്ഷെ ഇങ്ങനാണെങ്കിൽ നല്ല എളുപ്പമാണ്. നമുക്ക് ഇതെല്ലാം നല്ല കൺജസ്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ അത് മാത്രമല്ല നമുക്ക് എല്ലാം ഇങ്ങനെ മുകളിൽ നിന്ന് തന്നെ കാണാമല്ലോ. അപ്പം നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് പിക്ക് ചെയ്ത് എടുക്കാനും നല്ല ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇതാണ് പാക്കിംഗ് ക്യൂബ്സ്. അപ്പൊ ഇത് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു നമ്മുടെ കുട്ടി ട്രാവൽ പാക്കിംഗ് വീഡിയോ. ഇതിനകത്ത് പാക്ക് ചെയ്തിരിക്കുന്ന ഡ്രസ്സസും ഇനി പോകാൻ പോകുന്ന സ്ഥലങ്ങളും ഒക്കെ വരുന്ന വീഡിയോസിൽ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ ബൈ.